സോ കീം 2025 മെഗാ സ്റ്റഡി പ്ലാനാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഞാനൊരു കാര്യം പറയാം. എൻ്റെ കാര്യം പറയാം. എൻ്റെ ചാനലിൻ്റെ പേര് മിസ്റ്റർ എഞ്ചിനീയർ എന്നാണ് ഈ ചാനലിൻ്റെ പേര്. അതേപോലെ തന്നെ എനിക്ക് ഇതിന് മുൻപ് മിസ്റ്റർ എഞ്ചിനീയർ എന്ന ചാനലുണ്ട്. അതിപ്പോഴും റണ്ണിങ്ങിനാണ്. അതിലിപ്പം ബിടെക് വീഡിയോസാണ് ചെയ്തത്. കഴിഞ്ഞ 3 years ആയിട്ട് ഞാൻ കീമിൻ്റെ വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ മിസ്റ്റർ എഞ്ചിനീയർ എന്ന് പറഞ്ഞ ചാനലിലെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്ത് നിങ്ങൾക്ക് നോക്കാം. അതിൽ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതുകൊണ്ട് സെപ്പറേറ്റ് തുടങ്ങിയ ചാനലാണ് ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ചാനൽ. അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഒരുപാട് സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നതാണ്. സോ ഈ വർഷവും ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമ്മളെ മെഗാ സ്റ്റഡി പ്ലാനിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സാധനം എന്താണ്? എക്സാം പാറ്റേൺ ആണ്. അപ്പോൾ എക്സാം പാറ്റേൺ എന്ന് പറയുമ്പോൾ കീമിൻ്റെ പരീക്ഷയിൽ മാത്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. മാത്സിൻ്റെ അകത്ത് നിന്ന് 75 ചോദ്യം ചോദിക്കും, ഫിസിക്സിൻ്റെ അകത്ത് നിന്ന് 45 ചോദ്യം ചോദിക്കും, കെമിസ്ട്രീൻ്റെ അകത്ത് നിന്ന് 30 ചോദ്യം ചോദിക്കും. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി മാത്സിനാണ്. അതിനുശേഷമാണ് നമ്മൾ ഫിസിക്സ് വരിക, അതിനുശേഷമാണ് കെമിസ്ട്രി. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാത്സിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. മാത്സ് ഇപ്പോൾ നിങ്ങൾ പല സ്റ്റുഡൻസും എന്താക്കും, ഞാൻ ഒരു കാര്യം പറയാം, റിപ്പീറ്റേഴ്സും ഉണ്ടാവും, ഫ്രഷേഴ്സും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്ന കാര്യം, നിങ്ങൾ 12th ഇപ്പോൾ ഫ്രഷേഴ്സൊക്കെ ആണെങ്കിൽ 12th ചാപ്റ്റേഴ്സിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. കാരണം ഇപ്പോൾ നിങ്ങൾ ബോർഡ് എക്സാം എഴുതിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് ചെറിയ ഒരു ഐഡിയ എന്തായാലും ഉണ്ടാവും, അല്ലെങ്കിൽ കംപ്ലീറ്റ് സബ്ജക്റ്റിനെ കുറിച്ച് ഐഡിയ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ കൂടുതൽ ഒബ്ജക്റ്റീവ് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം. മാത്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് മാക്സിമം 12th എന്ത് ചെയ്യുക, സബ്ജക്റ്റ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഫിസിക്സോ കെമിസ്ട്രി. ചില പിള്ളേർ ഫിസിക്സിൽ വളരെ സ്ട്രോങ് ആയിരിക്കും, ചിലർ കെമിസ്ട്രിയിൽ വളരെ സ്ട്രോങ് ആയിരിക്കും. ഫിസിക്സിൽ സ്ട്രോങ് ആയാലും എന്ത് ചെയ്യുക, ഫിസിക്സിൽ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. എല്ലാത്തിനും നിങ്ങൾ 12th സബ്ജക്റ്റിൽ നിന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ആദ്യം നമ്മളൊരു ഗ്യാപ്പ് എടുത്തിട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ ബോർഡ് എക്സാം കഴിയുന്ന പോകുമ്പോൾ നിങ്ങൾക്ക് 12th സബ്ജക്റ്റായിരിക്കും കൂടുതൽ ഐഡിയ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ 12th സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു 1.5 മാസം 2 മാസം കൊണ്ട് നിങ്ങൾക്ക് ടോപ്പ് റാങ്കിൽ എത്താമെന്ന് ഞാൻ പറയാമല്ലോ. കീം എഴുതാൻ പോകുന്ന 100% ആൾക്കാരുണ്ടാവും. ഓക്കെ, അതിൽ ഒരു 80% ആൾക്കാർക്ക് അത്യാവശ്യം റാങ്ക് കിട്ടാം. പിന്നെ 60% ഇങ്ങനെ താഴ്ത്തായിട്ട് വെച്ചാൽ ഞാനൊരു കാര്യം പറയാം, ഒരു 5% ആൾക്കാർക്ക് ഈ ഒരു ചെറിയ മാസം കൊണ്ട് വലിയ റാങ്കിൽ എത്താൻ പറ്റും. എല്ലാവർക്കും എത്താൻ പറ്റില്ല. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മാത്സ് മാൻഡേറ്ററി ആണ്, കമ്പൽസറി ആയിട്ട് മാത്സ് പഠിക്കണം. മാത്സ് നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് എടുക്കരുത്. കാരണം മാത്സ് നന്നായിട്ട് ഒരു കാര്യം കൂടെ പറയാം, എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷന് അല്ലെങ്കിൽ ഫ്യൂച്ചർ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ നിങ്ങൾ മാത്സ് അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കണം. അപ്പോൾ മാത്സ് എന്തായാലും നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. മാത്സിലെ 12th ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കണം. പിന്നെ ഫിസിക്സും കെമിസ്ട്രി രണ്ടും കൂടി പഠിക്കാൻ ഞാൻ പേഴ്സണലി പറയില്ല. നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഫിസിക്സ് ആണെങ്കിൽ ഗോ ഫോർ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി. മാത്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനോടെ ഫിസിക്സും കെമിസ്ട്രിയും ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു രീതി, കീമിന് പഠിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നിങ്ങൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി. അപ്പോൾ കീമിന് പഠിക്കുന്ന സമയം നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, പല രീതിയിൽ പഠിക്കാം. NCERT എക്സാമ്പിൾസ്, എക്സസൈസ്, ശേഷം കീമിൻ്റെ പ്രീവിയസ് ഇയർ ചെയ്ത് പഠിക്കാം. പക്ഷേ അതിനൊക്കെ നമുക്കിപ്പോൾ സമയമുണ്ടോ എന്ന് ഡൗട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈവൻ ദോ നിങ്ങളൊരു വീഡിയോ കാണുകയാണെങ്കിലും നിങ്ങൾ ക്രാഷ് കോഴ്സ് നിർബന്ധമായിട്ടും എടുക്കണം എന്ന് ഞാൻ പറയും. വെറുതെ ക്രാഷ് കോഴ്സ് എടുക്കണ്ട. ക്രാഷ് കോഴ്സ് എടുത്ത് ഡെയിലി സിസ്റ്റമാറ്റിക്കായി പഠിച്ച് കൂട്ടത്തിൽ ഏതാണോ നിങ്ങൾ എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇപ്പോൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്, അപ്പോൾ ഏതാണ് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള വീഡിയോ നമ്മൾ അടുത്ത് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ കുട്ടികളോടൊക്കെ റിവ്യൂസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ക്രാഷ് കോഴ്സ് നിങ്ങൾ എടുക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ആ ക്രാഷ് കോഴ്സിൻ്റെ കൂട്ടത്തിൽ ഡെയിലി ക്ലാസ് കാണും, നിങ്ങൾ നോട്ട് എഴുതും, അത് പഠിക്കും, കൂട്ടത്തിൽ നിങ്ങൾ എക്സാമും കൂടി എഴുതും. അപ്പോൾ ഈ ഒരു എക്സാം എഴുതുമ്പോഴാണ് നിങ്ങളുടെ സ്കില്ല് വർദ്ധിക്കുക. അല്ലാതെ കുറേ പഠിച്ചതുണ്ടോ, കുറേ അറിവുള്ളതുണ്ടോ, കുറേ ക്വസ്റ്റ്യൻ ഇത് യാതൊരു കാര്യം. എക്സാം സിസ്റ്റമാറ്റിക്കായിട്ട് എഴുതാൻ പറ്റണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എക്സാമിന് മോക്ക് ടെസ്റ്റിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. ക്രാഷ് കോഴ്സ് എടുക്കാൻ പോകുന്ന കുട്ടികൾ വെറുതെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിട്ട് എടുത്തിട്ട് യാതൊരു കാര്യമില്ല. ഒരു കാര്യം കൂടെ പറയാം, ഓഫ്ലൈൻ ആവുകയാണെങ്കിൽ അത് വളരെ നല്ലതെന്ന് ഞാൻ പറയും. കാരണം ചില കുട്ടികൾക്ക് ഓൺലൈൻ നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ചില പിള്ളേർക്ക് വീട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റില്ല, ഗോ ഫോർ ഓഫ്ലൈൻ. 1.5 മാസം ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് നോക്കാം. കീം കിട്ടാൻ ആഗ്രഹിക്കുന്ന പിള്ളേരാണെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഒരു കാര്യം പറയാം, എന്തായാലും ബെനിഫിറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി കൃത്യമായിട്ട് പറയാം, നിങ്ങളെ സ്റ്റഡി പ്ലാൻ ഞാൻ വീണ്ടും പറയണം. ഒരു സബ്ജക്റ്റ് മാത്സ് ഫിക്സ് ചെയ്യണം, മാത്സ് നിർബന്ധമായിട്ട് പഠിക്കണം. +2 സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് നമുക്ക് +1 പോവാം.
ഫിസിക്സ് കെമിസ്ട്രിയിൽ ഏതെങ്കിലും ഒന്നെടുക്കുക. മാത്സ് വിത്ത് ഫിസിക്സ് പഠിച്ചോ, മാത്സ് വിത്ത് കെമിസ്ട്രി പഠിച്ചോ, രണ്ട് നല്ല വൃത്തിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ആദ്യം +2 കംപ്ലീറ്റ് ചെയ്ത് ഇനി നമ്മൾ +1 പോവുക. കാരണം +2 നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ ഉണ്ടാവും അത്യാവശ്യം ഒരു പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ. അപ്പോൾ കീമിൻ്റെ എക്സാം പാറ്റേൺ പറഞ്ഞു തന്നു. അതേപോലെ തന്നെ കീം നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടെ, എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞു തന്നെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, കൂടുതലും ഫോർമുലാസ് നല്ലോണം ക്ലിയർ ചെയ്ത് പോവുക. ഒരു രീതി എന്ന് പറയുന്നത്, നമ്മൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾ എങ്ങനെ ഓരോ ദിവസം ഇനി ട്രാക്ക് ചെയ്യണം, നിങ്ങളുടെ ബോർഡ് എക്സാമിന് ശേഷം നിങ്ങൾ എങ്ങനെ ഓരോ ദിവസം ട്രാക്ക് ചെയ്യണം കൂടി ഞാൻ പ്ലാൻ ഇടും. നിങ്ങൾ വീഡിയോ എപ്പോൾ കാണുന്നോ അപ്പം നിങ്ങൾക്ക് ആ പ്ലാൻ ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഞാൻ പറയാം. ഒരു കാര്യം കൂടെ, ഇപ്പോൾ എക്സാം പാറ്റേൺ നമ്മൾ മനസ്സിലാക്കി, ഒരു ഐഡിയ സ്റ്റഡി പ്ലാൻ ഐഡിയ ഞാൻ പറഞ്ഞു. മാത്സും ഒരു സബ്ജക്റ്റും കൂടി കൂടുതൽ എടുക്കുക, അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുക. +2 സബ്ജക്റ്റ് 3 ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി വീണ്ടും പറയാം, നിങ്ങൾ +2 പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ, ഫ്രഷേഴ്സ് ആണെങ്കിൽ, ഒരു ഹെൽപ്പ് എനിക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ഈ ചാനലായി ഇപ്പം ഞാൻ ഈ വീഡിയോ ഈ ചാനൽ ലിങ്ക് ഷെയർ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം ഫ്രണ്ട്സിനോട്. ഇൻട്രസ്റ്റ് ഉള്ള പിള്ളേർ മാത്രം. പിന്നെ നിങ്ങളിത് കാണുകയാണ്, നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് വീഡിയോസ് വരും. കീം എക്സാം കഴിയുമ്പോൾ നമ്മൾ നിർത്തില്ല. ഏറ്റവും ബെസ്റ്റ് കോളേജിൽ നിങ്ങൾ കയറണം, എല്ലാ കാര്യങ്ങളും ഒരുപാടായിട്ട് ഞാൻ പറഞ്ഞുതരും. പിന്നെ കീമിന് ഏതൊക്കെ ബുക്ക് യൂസ് ചെയ്യണമെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പം താങ്ക് യു.